അടുക്കള ഒരു ലാബാണ്. പരീക്ഷിച്ച് നിരീക്ഷിച്ച് നിന്നപ്പോഴാണ് കണ്ടത് വെളുപ്പിനുണർന്ന് പുകഞ്ഞ് തനിയെ സ്റ്റാർട്ടാകുന്ന കരിപുരണ്ട കേടുവന്ന ഒരു മെഷീൻ അവിടെ എന്നും സോഡിയം ക്ലോറൈഡ് ലായനി ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന്. അടുക്കള ഒരു ലാബാണെന്ന സ്നേഹയുടെ കവിത തോമസ് ഐസക് സഭയിൽ ചൊല്ലുമ്പോൾ സ്നേഹ ലാബിലായിരുന്നു. ഫിസിക്സ് ലാബിൽ സെല്ലുകളുടെ വോൾട്ടേജ് താരതമ്യം ചെയ്യുന്നതിനുള്ള പൊട്ടൻഷ്യോമീറ്ററിൽ പ്രായോഗിക പരിശീലനത്തിലായിരുന്നു സ്നേഹ. അവിടെ ഇരുന്നാണ് 2 വർഷം മുമ്പ് താൻ എഴുതിയ കവിത തോമസ് ഐസക് ബജറ്റിനിടെ ചൊല്ലിയ കാര്യം ഈ മിടുക്കി അറിയുന്നത്. ഒരുപാട് സന്തോഷം. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്റെ കവിത ബജറ്റിൽ പരാമർശിക്കുന്നൊന്നും. വളരെ സന്തോഷം. വലിയ ലെവലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഈ ഒരു പ്രായത്തിൽ ഇങ്ങനൊരു അംഗീകാരം കിട്ടിയതിന് വളരെ സന്തോഷം. 2015 ചെർപ്പളശ്ശേരിയിൽ നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ വെച്ചാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന സ്നേഹ അടുക്കളയെ കെമിസ്ട്രി ലാബിനോട് ഉപമിച്ച് കവിത എഴുതിയത്. സാർ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീട്ടിലെ ലാബാണ് അടുക്കള എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് അടുക്കള എന്നുള്ള വിഷയം കേട്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് ലാബ് എന്നുള്ള ഒരു സങ്കല്പമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെയുള്ള അമ്മയും ഓർമ്മ വന്നത്. അങ്ങനെയാണ് കവിത. ഇപ്പോൾ പുലാപ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ് ഇവർ. കവിതയോടുള്ള സ്നേഹം ഇപ്പോഴും തുടരുന്നു. പരീക്ഷിച്ച് നിരീക്ഷിച്ച് നിന്നപ്പോഴാണ് കണ്ടത് വെളുപ്പിനുണർന്ന് പുകഞ്ഞ് തനിയെ സ്റ്റാർട്ടാകുന്ന കരിപുരണ്ട കേടുവന്ന ഒരു മെഷീൻ അവിടെയെന്നും സോഡിയം ക്ലോറൈഡ് ലായനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്. ന്യൂസ് 18 പാലക്കാട്.